എന്തോ ഇത് പക്ഷെ ഇത് റിയൽ ലൈഫിൽ എന്താ വേക്കൻസി പറയാനുള്ളത്? പെർഫോമൻസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പോലെ ഉണ്ടെന്ന് കുറെ കമന്റ്സ് കാണാറുണ്ട്. നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്? ജോഡി സിന്നല്ലേ? സിന്നണ്ണൻ ജോഡി ബേസിക്കലി ഇവള് കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻസ് ഉണ്ട്. ഞാൻ ഇവള് ചന്തിക്ക് ഒരു അടി കൊടുക്കും, ഇവള് തിരിച്ച് അതല്ല അത് വേറെ ഉണ്ട്, അതിന്റെ കിടപ്പുണ്ട്. ഇത് അതിന് മുന്നേ അടി അടിച്ചതായിരുന്നു. ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തരുന്ന എന്തെങ്കിലും റെസ്പോൺസ് ഓർമ്മയുണ്ടോ? ചില ആൾക്കാർ പറയാറുണ്ട് നമ്മളിപ്പോ ഫോൺ കാണാറില്ല, നിങ്ങളുടെ മാത്രം കാണാറുണ്ട്. നിന്റെ സൗന്ദര്യം കൂടി കൂടി വരുന്നത് എന്താണ് നിന്റെ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം? സ്നേഹം. ലേഡീസ് ഫാൻസും ഉണ്ട്, ജെൻസും ഉണ്ട്. ഇവിടെയും ഉണ്ട് ജെൻസ് ഫാൻ. പിന്നെ ചേട്ടന്റെ കുട്ടനേക്കാരൻ എല്ലാത്തരം ഫാൻസും ഉണ്ട്. ചേട്ടന്റെ കാല്, ചേട്ടന്റെ കൈ, ചേട്ടന്റെ ഈ മുട്ട പഴം പാല് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എനിക്ക് തുടങ്ങും. അപ്പൊ ഞാൻ നമുക്ക് കുറച്ച് ബ്ലോക്ക് ചെയ്താലോ. അത് ഭയങ്കര അൺഫെയർ. എനിക്ക് എന്തെങ്കിലും അപ്രീഷിയേറ്റ് കിട്ടിയാൽ പറയും ബ്ലോക്ക് ബ്ലോക്ക്. ഭയങ്കര ദോഷമാണല്ലോ. ഇതുവരെ ദോഷം ഉണ്ടാക്കി ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? ഞാനും പിള്ളേരും ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കൂടെ ജോലിക്ക് എങ്ങനെ ശരിയാവും? ഞാൻ ജോലിക്കൂടെ വേഗം വരുന്നത്. അത് ശരിയാവില്ല. അരി മേടിക്കണ്ടേ? അരി വേണ്ട, നമുക്ക് ഇനി ഒരു ചപ്പാത്തി കഴിക്കാം. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി, അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകൾ അങ്ങ് അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ കൊച്ചിയിലെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഒക്കെ വീഡിയോസ് വൈറലാണ്, വൈറൽ കപ്പിൾസ് ആണ്. മല്ലു ഗോമസ് കപ്പിൾസ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹേ ഗായ്സ്, നമസ്കാരം. ഓക്കെ, എന്താണ് 8 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് ഈ ഇന്ദുചൂടൻ ഇടവേള കഴിഞ്ഞ് വരുന്നത്? നമ്മൾ ആക്ച്വലി നമുക്കൊരു 3 years കോവിഡിന് തൊട്ട് മുന്നേ വരാൻ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് കോവിഡ് ആയി, പിന്നെ ഓരോ കാര്യങ്ങൾ വന്നു. പിന്നെ നമുക്ക് പിള്ളേരായി കഴിഞ്ഞാൽ അവരെ സ്കൂൾ ടൈം ട്രിക്കിയാണ്. ഒന്നുകിൽ സമ്മർ ബ്രേക്ക് അല്ലെങ്കിൽ നമുക്ക് ഡിസംബറിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡിസംബറാണ് ഇവിടെ കുറച്ച് വിന്റർ ബെറ്റർ. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നപ്പോ എന്തായിരുന്നു വീട്ടുകാരുടെ ഒക്കെ എന്തായാലും അവരിങ്ങനെ പറയുന്നുണ്ടാവില്ലേ തിരിച്ചു വരൂ മകനെ മകളെ തിരിച്ചു വരൂ? എല്ലാരും കാണാൻ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അവരെ എല്ലാം കുറെ കാലം കഴിഞ്ഞ് കാണും. നാടും ഒത്തിരി മാറി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു രസമാണ്. എന്തൊക്കെ ചേഞ്ചസ് ഫീൽ ചെയ്തു ഇവിടെ? ട്രാഫിക് പിന്നെ പണ്ടേ ഉണ്ടെന്ന് എനിക്ക് വന്നാലും അത് പിന്നെ എന്താണ് ഇൻ ജനറൽ ആൾക്കാരൊക്കെ ഭയങ്കര ബിസിയാണല്ലേ. എല്ലാരും ഓട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു പക്ഷേ നാട് ഈസ് ഓൾവേസ് വെരി ക്ലോസ് ടു ഹാർട്ട്. ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എത്ര നാളായി ഇപ്പോ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ട്? എന്റെ ഫാമിലി ഇവിടെ ആയിട്ട് 20 years ആയി. ഞാൻ 2011 യുഎസിലെത്തുന്നത്. ഞാൻ ഇവിടെ മെഡിസിൻ കഴിഞ്ഞിട്ട് അവിടെ PG ചെയ്യാനായിട്ട് അവിടെ എത്തി. ഡോക്ടറാണോ? ഡോക്ടറോട് ചോദിക്കുന്ന പങ്ക് തുടങ്ങാം. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് MD US ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. സോറി, ഞാൻ ഇതേപോലെ ഡെന്റിസ്റ്റ് ആണ്. അവിടെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. എന്താണ് തക്കുടു എന്നാണ് വിളിക്കുന്നത്? ചെല്ലപ്പേരാണ് തക്കുടു. ഇവള് എന്നെ എപ്പോഴും തക്കുടു വിളിച്ചു തുടങ്ങി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തക്കുടു വിളിച്ചു തുടങ്ങി. അതിന് എനിക്ക് റീൽസിൽ നമ്മൾ എപ്പോഴൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തക്കുടൂന്ന് വിളിച്ചു. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഇതാണ് തക്കുടൂന്ന്. പിന്നെ തക്കുടു വേറെ ഏതോ റീൽ തിരിച്ച് തക്കുടു വിളിച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഓക്കെ ഇത് രണ്ടുപേരും പരസ്പരം തക്കുടു ആണ്. അങ്ങനെ അത് റിയൽ ലൈഫിൽ അങ്ങനെയാണ്, അത് റീൽസിലും തക്കുടു. പിന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇവളെ തങ്കമ്മയാക്കിയത്. അതെ, അങ്ങനെ ഒരു പേര്. അത് ഞാൻ ചോദിക്കാൻ ഇടയ്ക്ക് തങ്കമ്മയെന്ന് കാണാം. ഈ തങ്കമ്മ ആക്ച്വലി നമ്മൾ ഇവള് വിളിക്കാറില്ല വീട്ടില്.
പക്ഷെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സുഹൃത്ത് ഇട്ട പേരാണ് ഈ തങ്കമ്മ എന്നുള്ളത്. പിന്നെ അതങ്ങനെ സ്റ്റക്ക്. അതെ, അവരേതോ റീലിൽ കൊണ്ടുവന്ന തങ്കമ്മ എന്ന് പറഞ്ഞ കമന്റ് ഇട്ടു. അത് പിന്നെ ആൾക്കാരെല്ലാരും തങ്കമ്മ എന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ച പിന്നെ തങ്കമ്മയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചത്. അതാകുമ്പോ കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഇതിൽ ഏത് തക്കടൂരിയാ പറഞ്ഞത്. ഇപ്പൊ തങ്കമ്മ വിളിക്കുന്നുണ്ട്. പേര് ജോർജിയ എന്നാണ്, ജിയാന്ന് വിളിക്കും എല്ലാരും. പരിചയമുള്ളവർക്കെല്ലാം ജിയാണ്. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത് തങ്കമ്മയാണ്. മല്ലു ഗോമസ് ചേട്ടന്റെ പേരായതുകൊണ്ട് മല്ലു ഗോമസ് എന്റെ ലാസ്റ്റ് നെയിമാണ്. പിന്നെ ഇവിടെ മല്ലു ഗോമസ് ഉള്ള ഒരു പേരിട്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റീൽസ് ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റൊമാൻസ് ആണ് കാണുന്നത്. നിങ്ങൾ സിംഗിൾസിനെ ആക്ച്വലി ഒത്തിരി പേര് പറയാറുണ്ട് നിങ്ങളെ കണ്ടിട്ടൊരു കല്യാണം നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കമന്റ് ആൾക്കാരുണ്ട്, നിങ്ങൾ നമ്മളെ സിംഗിൾസിനെ വഴി തെറ്റിച്ചിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് പെണ്ണിട്ടാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറയും, മോനെ ആ പണി ആ അബദ്ധം കാണിക്കരുത്, ഇതൊക്കെ നിനക്ക് പലതും തോന്നും, പയ്യെ നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മാരീഡ് ലൈഫ് ഒക്കെ? 13 years. റീസെന്റ് അല്ലേ ഞാൻ ഏതോ പോസ്റ്റ് കണ്ടായിരുന്നു. അതാണ് ഈ മാസം ആക്ച്വലി 30% നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ കറക്റ്റ് 13 years ആവും. എങ്ങനെയുണ്ട് 13 years ദാമ്പത്യ ജീവിതത്തിൽ? ഒന്നും ചോദിക്കല്ലേ, ഒത്തിരി ഉണ്ടാവും. അല്ല, നമുക്ക് ഓബിയസ്ലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ. എല്ലാം ഇങ്ങനെ ചുമ്മാ പറഞ്ഞ എല്ലാം ഹാപ്പിനെസ് മാത്രമല്ല, വഴക്കൂടാറുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ വഴക്കൂടാറ്. പിന്നെ എല്ലാരും നോക്കുമ്പോ റീൽസിൽ വളരെ ഹാപ്പി, പക്ഷെ ആ റീൽ എടുക്കുമ്പോ മിക്കപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. കാരണം ഞാൻ പറഞ്ഞായിരിക്കില്ല, അവൻ പറഞ്ഞായിരിക്കില്ല എന്റെ ഐഡിയ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ചൊറിയും. പിന്നെ കോംപ്രമൈസ് കൂടുതലും തക്കടുമായിരിക്കും. അപ്പൊ പിന്നെ അങ്ങനെ കിട്ടും ഈ തക്കടും. പക്ഷെ മാരീഡ് ലൈഫ് ഹാസ് ബീൻ ബ്യൂട്ടിഫുൾ. യുനോ ആ ഒരു നമ്മൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഈസ് ഡെഫിനറ്റ്ലി ദേർ. അത് അറേഞ്ച് മാരേജ് ആണെങ്കിൽ കൂടി ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അതല്ലേ അങ്ങനെ, അതില്ല ലവ് ആഫ്റ്റർ മാരേജ് സ്റ്റോറിയേ ഉള്ളൂ. പക്ഷെ അറേഞ്ച് മാരേജ് കേരള മാട്രിമോണി, വീണ്ടും കേരളമാട്രിമോണി.com അവർക്കൊരു താങ്ക് യു. ഐ തിങ്ക് നമ്മൾ വി ലക്ട് ഔട്ട്. നമുക്ക് ഈ ഒരു വൈബില് വന്ന് ചെയ്യാൻ എളുപ്പമല്ലല്ലോ. ഒരിക്കലും അല്ല. അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കും, ഇത് നമ്മൾ അറേഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമാണ്. ആ അതിശയം നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയെടുക്കണം. ഞാനെന്താ വിചാരിച്ചറിയോ, നിങ്ങൾക്ക് ഒരു വലിയ യമണ്ട ലവ് സ്റ്റോറി ഉണ്ട്, അത് നമ്മൾ കേൾക്കുന്നു, ചോദിക്കുന്നു, ഒരു സെഗ്മെന്റ് ഉണ്ട് മിസ്സായി. ഇപ്പൊ ഇന്റർവ്യൂ ചെറുതായി പോയി, ഇത് യൂട്യൂബ് ഷോർട്സ് ആയി മാറും. ഇല്ല, ഞാൻ ഒപ്പിക്കും. കേരളമാട്രിമോണി.com ഞാൻ അന്നേരം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ന്യൂയോർക്കില്. ടെനി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ട് US വരാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കേരള മാട്രിമോണി കണ്ടു. ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു. അങ്ങനെ നമ്മൾ തമ്മിൽ മിണ്ടി ഇമെയിൽ ചെയ്ത് തുടങ്ങി. അപ്പൊ ഇമെയിൽ ചെയ്ത് തുടങ്ങിയപ്പോ വി ഫെൽറ്റ് ആ ഒരു സിങ്ക് ഉണ്ടെന്ന്. പിന്നെ വി മെറ്റ്. ടെനി അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ജൂലൈയിൽ വി മെറ്റ്. കണ്ടു കഴിഞ്ഞ ആക്ച്വലി പിറ്റേന്ന് തന്നെ പറഞ്ഞു നമ്മൾ പ്രൊസീഡ് കല്യാണം എന്ന് പറഞ്ഞു. അങ്ങനെ 6 months ഒരു ഡേറ്റ് ചെയ്ത് നാട്ടിൽ വന്ന് നമ്മൾ ആ ഡിസംബറിൽ കല്യാണം കഴിച്ചിട്ട് പോയത്. ഈ കുട്ടിനിക്കറിന്റെ കാര്യം പറഞ്ഞാൽ ആക്ച്വലി അതിന് ഫാൻസ് ഉണ്ട്. കുട്ടിനിക്കറിട്ട് വന്ന് കാണാനല്ലേ? ലേഡീസ് ഫാൻസ് ഒക്കെ ഇല്ലേ? ലേഡീസ് ഫാൻസും ഉണ്ട്, ജെന്റ്സും ഉണ്ട്. ഇവിടെയും ഉണ്ട് ജെന്റ്സ് ഫാൻ. പിന്നെ ചേട്ടന്റെ കുട്ടിനിക്കറിന് എല്ലാത്തരം ഫാൻസും ഉണ്ട്. കുഴപ്പം ചേച്ചിക്കും കുറെ ഫാൻസ് ഉണ്ട്. അതാണ് പിന്നെ ചേച്ചിക്ക് എങ്ങനെയാ ഫാൻസ് ഒക്കെ മെസ്സേജ് അയക്കുന്നേ? എനിക്ക് ആക്ച്വലി കൂടുതൽ ആൾക്കാർ ചോദിക്കാറുള്ളത് എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ചോദിക്കാറുള്ളത്. അതാണ് കൂടുതലും വരാറുള്ളത്. അവർക്കൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും, ഞാൻ അന്ന് ഏതായിട്ടിരുന്നേന്ന് ചോദിക്കണേനൊക്കെ. പിന്നെ മെസ്സേജസ് ഇതേപോലെ നമ്മൾ താങ്ക് യു അത് പറഞ്ഞിടും. പിന്നെ ചെറിയ ചില കുറച്ച് പേരോട് നമ്മൾ ഫ്രണ്ട്സ് ആയവരുണ്ട്. ലൈക്ക് റിയലി ഇതേപോലെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര്, അവരുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരു ഡെയിലി ബേസിസിൽ മെന്റൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ വരുന്നതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ പറയാൻ ഒക്കാത്ത കുറെ ഡീംസ് വരാറുണ്ട്. അതാ എനിക്ക് വേണ്ടത്. അപ്പൊ അങ്ങനത്തെ DMs നമുക്ക് രണ്ടുപേർക്കും വരും. പക്ഷെ അത് നമ്മൾ ഇവിടെ നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, ഓബിയസ്ലി നമ്മളത് സ്പോർട്ടീവായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ നമുക്ക് അവളെ പറയുകയാണെങ്കിൽ എന്നെ പറയുകയാണെങ്കിൽ വി ട്രൈ ടു കീപ് ഇറ്റ്
അവർ പറയുന്ന ആറ്റിറ്റ്യൂഡോട് തന്നെ നമ്മൾ മാച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പം കൂടി പോവും. പക്ഷെ എങ്ങനെ റൊമാൻസ് ഈ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവരണേ? 13 വർഷത്തെ റൊമാൻസ് പറയും. കാരണം ഇന്ന് ഇപ്പൊ 2 മാസം ഡേറ്റ് ചെയ്ത് പിന്നെ അടുത്ത ഡേറ്റ് ഇവിടെ ഫുള്ളാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ റൊമാൻസ് കീപ്പ് ചെയ്യും? അത് ആക്ച്വലി എങ്ങനെയാണ് സംഭവം ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു അഫെക്ഷൻ ഉണ്ട്. അതെനിക്കത് ഭയങ്കര ലക്കിയാണ്. എസ്പെഷ്യലി ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്രയും ഇയേഴ്സ് ഇൻ ടു മാരേജ് ഇതുപോലൊരു ഒരു പാഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐ തിങ്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പരസ്പരം ചെലവഴിക്കാൻ എടുക്കുന്ന സമയം, അതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഡെഫിനറ്റ്ലി വി ട്രൈ ടു കീപ് നമ്മുടെ ഒരു സ്പൈസ് ലെവൽ. കാരണം നിങ്ങളുടെ വീഡിയോസിൽ ഇപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടത്തിൽ പോലും നിങ്ങളുടെ ആ സ്നേഹം കണ്ണുകളിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. അതല്ലേ ഞാൻ സ്ക്രോൾ ചെയ്ത എനിക്കൊന്നും കാണാൻ വയ്യ, ശക്തി ഇല്ലാത്തോണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും എന്താ ഒരു ഹൈ എനർജി ആണ് നമ്മൾ രണ്ടുപേരും. അപ്പൊ ആ എനർജീസ് വി ബൗൺസ് ഓഫ് ഈച്ച് അതേഴ്സ് എനർജി. അപ്പൊ ആ ഒരു എനർജിയും പിന്നെ ആ ഒരു നമ്മൾ രണ്ടുപേരും വി ലവ് ടു ഹാവ് ഫൺ. അപ്പൊ അത് ദാറ്റ് ഓൾസോ ഹെൽപ്സ്. ലൈഫ് അങ്ങ് ബോറിംഗ് ആയി പോവാണ്ട് നമ്മൾ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ അത് പിന്നെ നമുക്ക് രണ്ടുപേർക്കും അഫെക്ഷൻ കാണിക്കാൻ ഇഷ്ടമാണ് പരസ്പരം. എന്നെക്കാളും കൂടുതൽ തക്കടൂന് അത് ഇറ്റ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഈവൻ ആഫ്റ്റർ 13 years. ചിലപ്പോൾ പറയും ഇത്ര ഉമ്മ വെക്കണം, ഞാൻ പറയും ഉമ്മ വെക്കണം. അതല്ലേ ചില ദിവസം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ഉച്ചയ്ക്ക് ഞാൻ ഒരു 5 മിനിറ്റ് കിടന്നോട്ടേ എല്ലുമ്പോയിരിക്കും ഞാൻ പറയും പ്ലീസ് ഒന്ന് മാറി നിൽക്കും പ്ലീസ്, 1/2 മണിക്കൂർ കഴിഞ്ഞ് വരും. നമുക്ക് സ്നേഹം കാണിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല. അതല്ലേ അതൊരു തക്കട് ചോദിക്കും, നിനക്ക് അറിയില്ല നീ എത്ര ലക്കിയാന്നുള്ളത്. ഞാൻ പറയും കുറച്ച് ലക്ക് കുറച്ച് മതി ഇന്ന്. ഞാൻ ദൈവത്തിനോട് ഇത്രയൊന്നും ചോദിച്ചപ്പോ ഇത് ഒരുമാതിരി ഞാനൊരു സാധാരണ ജീവിതമാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഇത് വളരെ അസാധാരണമായി പോയി. ഞാൻ ചോദിക്കാൻ വന്ന ആക്ച്വലി എന്തായാലും നമ്മൾ പറയുന്ന ടോപ്പിക്കിനോട് കൂടി ഞാൻ ഒരു പിക്ക് അടിച്ചോ. ഈശ്വരാ ഏതാണോ ഗസ്റ്റ് ഉണ്ടോ? ഗസ്റ്റ് ഇല്ല. ഇദ്ദേഹത്തിന്റെ പോലെ ഉണ്ടെന്ന് കുറെ കമന്റ്സ് കാണാറുണ്ട്. നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? ജോണി സിൻ അല്ലേ? സിന്നണ്ണൻ ജോണി ഡോക്ടറല്ല, ശരിക്കും ഡോക്ടറാണ്. എടുക്കും പ്ലംബർ. എന്ത് ജോലിയും ചെയ്യും നമ്മുടെ ഇത് പറഞ്ഞ പോലെ എന്ത് ജോലി ചെയ്യും. അല്ല അത് ആക്ച്വലി കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ആദ്യം ഇതൊക്കെ ജോണി സിൻസ് പറഞ്ഞപ്പോ എനിക്ക് അറിയത്തില്ലായിരുന്നു, സത്യമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു ആരാടാ ഈ ജോണി സിൻസ് എല്ലാരും ഈ പറഞ്ഞത്. അപ്പൊ നമ്മള് ഗൂഗിൾ ചെയ്ത് നോക്കി. പിന്നെ വേറെ ഒരു ഇതും പറയാറുണ്ടായിരുന്നു, വേറെ ഒരു ഇൻഫ്ലുവൻസർ ഇതേപോലെ ഒരു മൊട്ടയുള്ളത്. അയാളോടാണ് എനിക്ക് കൂടുതൽ സാമ്യം നിന്നോട് തോന്നിയിട്ടുള്ളത്. വേറെ ഒരുത്തരുണ്ട് ഇതേപോലെ പ്രിറ്റി ഫേമസ് ആയിട്ട്. മലയാളിയല്ല, ഐ തിങ്ക് റഷ്യനോ അങ്ങനെ എന്തോ. അതെ. പക്ഷെ ഈ ജോണി സിൻസ് ഒത്തിരി പേര് പറയാറുണ്ട് ആക്ച്വലി. പക്ഷെ ഞാൻ മാരേജ് പിക്ക് നോക്കുന്ന ടൈമില് ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റൈൽ ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് മാറ്റിയതാണ്. മനഃപൂർവ്വമല്ല, എനിക്ക് ആക്ച്വലി മേളിൽ ഇവിടെ എത്ര കഷണ്ടി ഉണ്ട്. അപ്പൊ പക്ഷെ എനിക്ക് കഷണ്ടി ലുക്കിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ മുട്ടടിച്ചു. പക്ഷെ ഇതാ ചേച്ചിക്ക് ഏത് ലുക്ക് ഇഷ്ടം? എനിക്ക് ആക്ച്വലി ഇതാണ് ഇഷ്ടം. പക്ഷെ അത് ഇഷ്ടം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെച്ച് കഴിഞ്ഞാൽ ഇവന് കുറച്ച് പ്രായം കുറവ് തോന്നും. മുടി പോയി കഴിയുമ്പോ കുറച്ചുകൂടി പ്രായം തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ ഇരുന്നാ മതി, മുടി ഇല്ലാണ്ടിരുന്നാ മതി. അല്ല പക്ഷെ നമുക്ക് ഞാൻ ആക്ച്വലി മുടിയുള്ള മുട്ടയടിക്കുമായിരുന്നു, പണ്ട് മുട്ടയടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ യൂസ്ഡ് ആയിരുന്നു. ഇത് മുട്ടയടിക്കുന്ന ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവരുടെ അടുത്ത്. ഒരു ദിവസം ചെന്ന് ഇത് എടുക്കുമ്പോഴത്തേക്കും ഒരു 2 ദിവസത്തേക്കുള്ള മിണ്ടിയതേ ഇല്ല. അയ്യോ അത് മുടി വെട്ടാൻ പോവാന്ന് പറഞ്ഞ് പോയ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ തലൊരു പൂട പോലും ഇല്ല, മുടിയെ വെട്ടി ഫുള്ള് മുട്ട അടിച്ചു വന്നിരിക്കണു. പിന്നെ അതൊക്കെ യൂസ്ഡ് ആയി. നിങ്ങളിപ്പോ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന കപ്പിൾസ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ കുറേ റെസ്പോൺസസ് ഒക്കെ വരുമല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തരുന്ന എന്തെങ്കിലും റെസ്പോൺസ് ഓർമ്മയുണ്ടോ? ഒരുപാട് പേരാണ്. നമുക്ക് ആക്ച്വലി കുറെ ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നാണ് അവരുടെയും ആഗ്രഹം. നോട്ട് ഏബിൾ ടു. ഇപ്പം നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റി അല്ലെങ്കിൽ വീട്ടുകാർ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. ചേട്ടനെ പോലെ ജീവിക്കണം എന്ന് പറയുന്ന ഒരുപാട് നമുക്ക് നിങ്ങളെ പോലെ ലൈഫ് ജസ്റ്റ് എൻജോയ് ചെയ്ത് കെയർഫുൾ ആയിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കുറെ ആൾക്കാർ അവരുടെ വിഷമ സമയത്ത് നമ്മുടെ റീൽസ് എടുത്ത് കണ്ടിച്ചിരിക്കുന്നത് അവരുടെ ഒരു മെയിൻ സ്ട്രെസ് ബസ്റ്റർ ആണെന്ന് പറയാറുണ്ട്. പിന്നെയും കുറെ പരിപാടികൾ പറയാറുണ്ട്. അതിൽ കൂടുതലും നമ്മുടെ റൊമാൻറ്റിക് കണ്ടന്റ് ആണെങ്കിലും ഇപ്പം ഈ പ്രവാസികൾ മിസ് ചെയ്യുന്ന അവരുടെ പാർട്ട്നേഴ്സിനെ മിസ് ചെയ്യുന്ന കാര്യം പറയാറുണ്ട്.
ചില ആൾക്കാർ പറയാറുണ്ട് നമ്മളിപ്പം ഫോൺ കാണാറില്ല, നിങ്ങളുടെ മാത്രം കാണാറുള്ളൂ. സോ അങ്ങനെ പല പല കമന്റുകൾ. അതെല്ലാം പോസിറ്റീവാണ് ഇങ്ങനെ ജനറൽ. നമുക്കിപ്പം അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. ഇല്ല എല്ലാരും കാണുന്നില്ലേ? പക്ഷെ നിങ്ങൾ ആക്ച്വലി കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഓറ നിങ്ങൾക്ക് ഫീൽ. നമുക്ക് ചില ആൾക്കാർ കാണുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് അവരിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് അത് സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റിയാലില് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നേരിട്ട് കാണുന്നത്. വീഡിയോസിൽ കാണാറുണ്ട്, പക്ഷെ വീഡിയോസിൽ കാണുന്ന ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് ചേട്ടൻ തലയ്ക്ക് ബൾബ് ആക്ച്വലി ഇങ്ങോട്ട് പോകാൻ വഴി എന്നോട് ചോദിച്ചു, എടി എന്റെ തലയിലിട എന്റെ കയ്യിൽ വല്ല ക്രീം ഉണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഹാൻഡ് ക്രീമാണ് തലയിലിട്ടപ്പോ എനിക്ക് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തിളക്കിയിരിക്കും. ഭാര്യക്ക് ഭയങ്കര ഫ്രീഡം കൊടുക്കുന്ന ഒരു ഭർത്താവാണോ? അതാണ്. ചേച്ചി ആ ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഞാൻ പറയാം എനിക്ക് അത്ര ഫ്രീഡം വേണ്ട, കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെച്ചോ. പക്ഷെ പുള്ളിക്ക് അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. പൊസസീവ്നെസ് കൂടുതലുള്ളത് എനിക്കാണെന്ന് തോന്നുന്നു ടെനിയേക്കാളും. അതല്ലേ അത് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമുണ്ടോ? തകടു നിന്റെ നല്ല വഴിക്ക് നടത്താൻ ഞാൻ തന്നെ വേണോടാ. ഒരു ചരട് എപ്പോഴും നമ്മുടെ കയ്യിലായിരുന്നു. അതാണ്. ഇവർക്ക് എങ്ങോട്ടാ പോണ്ടേന്ന് അറിയില്ല. നമ്മളിങ്ങനെ പട്ടിക്കുട്ടിയെ പിടിച്ചിങ്ങനെ നടത്തില്ലേ, അമ്മാതിരി ഒരു ഫീലാണ്. അതെ തകടു സ്റ്റേ. ഇപ്പൊ ഈ നോർമലി ഇപ്പൊ കമന്റ്സ് ഒക്കെ വരുമ്പോഴേക്കും ചേച്ചിന് ഭയങ്കര ക്രഷാണ്, ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ വരല്ലോ. അപ്പൊ ഇങ്ങനെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കേൾക്കണത് ബ്ലോക്ക് ചെയ്യാറ് അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ചേട്ടൻ ആക്ച്വലി അങ്ങനെ പറയാറേ ഇല്ല. അത് നല്ല രീതിയിലാണെങ്കിൽ അതിപ്പോ ചിലപ്പോ കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്താൽ കൂടി അത് പുള്ളി പറയാ, വെൽ യു ആർ ഗുഡ് ലുക്കിംഗ്, സോ യു സെലിബ്രേറ്റ് ദാറ്റ്, യുനോ എന്നേ പറയാറുള്ളൂ. അത് അതിലും പോസിറ്റിവിറ്റി എനിക്കാണ് കുറച്ചുകൂടി കൊള്ളാറുള്ളത്. എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നേരെ തിരിച്ച് ചേട്ടന്റെ കാല്, ചേട്ടന്റെ കൈ, ചേട്ടന്റെ ഈ മുട്ട പഴം പാല് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എനിക്ക് തുടങ്ങും. അപ്പൊ ഞാൻ നമുക്ക് കുറച്ച് ബ്ലോക്ക് ചെയ്താലോ. നിന്നെ അപ്രീഷിയേറ്റ് അവർക്ക് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. പിന്നെ വാട്ട്സ് ദ ഡിഫറൻസ്? അങ്ങനെ എത്ര പേര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്? ഓ 15 പേര് ബ്ലോക്ക് ഉണ്ട്. അല്ല പക്ഷെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്രീസിയേഷൻ കൊണ്ട് മാത്രമല്ല, ചില ആൾക്കാർ ഭയങ്കര ക്രീപ്പി ആണല്ലോ. ക്രീപ്പി അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് നമ്മളെ നന്നാക്കാൻ നോക്കുന്നവര്. നമ്മളായിരിക്കും 40 വയസ്സായിട്ട് നമ്മൾ നന്നായിട്ടില്ല, ഇനിയാണോ നന്നാവാൻ പോണേന്ന്. അപ്പൊ അങ്ങനെ സദാചാരം ടീംസ് അല്ലെങ്കിൽ നന്നാക്കൽ അല്ലെങ്കിൽ ചീത്തവിളി അവര് നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഒരു പക്ക ഹെയ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. നമ്മളിത് ചെയ്യുന്നതിന് നമ്മുടെ ഒരു പോസിറ്റിവിറ്റി കാണിക്കാനും നമ്മുടെ പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ എന്ത് ചെയ്താലും അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് കണ്ടൊന്ന് ചിരി തോന്നുകയാണെങ്കിൽ യുനോ ദാറ്റ് മെയ്ഡ് സെൻസ്. നമ്മൾ ആ ചെയ്തതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായി അല്ലെ. അപ്പൊ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ട അത് പ്യുവർ ഹെയ്റ്റ് ആയിട്ടാണെങ്കിൽ വി ഡോണ്ട് നീഡ് ദാറ്റ് എനർജി. നമ്മൾ കൊടുക്കുന്ന പോസിറ്റിവിറ്റിയാണ്. അത് തിരിച്ചു തരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യുനോ യു ഡു യുവർ വേ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നീട് റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എല്ലാം. മീൻ ചെയ്ത പോലെ തോന്നുന്നല്ലേ. ഇല്ല പക്ഷെ രസാ കൺട്രി. ഞാൻ എന്നാലും നിങ്ങളുടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഏത് വീഡിയോയാ? മനസ്സിലായി. ആണ് എക്സ്പ്രഷൻ ഞങ്ങൾക്ക് ഉറപ്പല്ലേ? പക്ഷെ ഇത് റിയൽ ലൈഫിൽ എന്താ വേക്കൻസി പറയാനുള്ളത്? പെർഫോമൻസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ചിലപ്പോൾ റാൻഡംലി കാണുന്ന വീഡിയോ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഡെർട്ടി മൈൻഡ്സ് ആയിരിക്കും നമ്മളത് പെട്ടെന്നത് ഇത് വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തതാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ വേറൊരു ഇതിനകത്ത് സലീം കുമാറിന്റെ ഒരു ഡയലോഗ് ആയിരുന്നു. അത് ഒരു പഴയൊരു മൂവിയിലെ ഡയലോഗ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളത് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിലേക്ക് കയറ്റി അതിന് വേറൊരു അർത്ഥം ഉണ്ടാക്കിയതുള്ളൂ. ഏതെങ്കിലും എടുത്തിട്ട് ഇത് ഇടണ്ടാന്ന് തോന്നിയ എന്തെങ്കിലും റീൽസ് ഉണ്ടോ? ഒരുപാടുണ്ട്. ചിലതൊക്കെ ഞാൻ ഇടും, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. അതെന്താ? ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാം തന്നെ അതിന് റിമൂവ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കലി ഞാൻ അതെന്തുകൊണ്ടാണ് റിമൂവ് ചെയ്ത് എനിക്ക് ഒരു പിടിയില്ല. അത് നമ്മൾ ബേസിക്കലി ഇവള് കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ, പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ചന്തിക്ക് ഒരു അടി കൊടുക്കും, ഇവള് തിരിച്ച് അതല്ല അത് വേറെ അതിന്റെ കിടപ്പുണ്ട്. ഇത് അതിന് മുന്നിൽ അടി അടിച്ചതായിരുന്നു. എനിക്ക്
വിഷമായി. ഇല്ല അതിപ്പോഴും കിടപ്പുണ്ട്. അപ്പം അത് കഴിഞ്ഞ് തിരിച്ചവൾ എന്നെ ഒരു അടി അടിക്കുന്നുണ്ട്. അപ്പൊ ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഗോട്ട് ഫ്ലാഗ്ഡ്. എനിവേസ് അത് പോയി. അതല്ലാതെ നമ്മുടെ ഒരു ഡീപ്പ് ഒരു സ്മൂച്ച് ഉണ്ടായിരുന്നു. അത് ഇട്ട് കഴിഞ്ഞ് ഐ തിങ്ക് വിത്തിൻ 3 minutes കണ്ട അതൊരു 200K അടിച്ചു. അപ്പം ഇവള് ഒന്ന് അതപ്പൊ ഞാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയി. അപ്പൊ പിന്നെ നമ്മൾ അതെടുത്ത് മാറ്റി. നിങ്ങൾ മാറ്റിയതാ? എന്താ എന്താ വെച്ചാ പറ. അത് എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. പക്ഷെ കാണുന്നവർക്ക് നല്ല സുഖമുണ്ട്. നല്ല സുഖം തോന്നുമായിരിക്കും, പക്ഷെ എനിക്ക് അത്ര ഒരു ഇതായി തോന്നിയില്ല. അപ്പൊ ഞാൻ അങ്ങ് എടുത്ത് മാറ്റി. അയ്യോടാ. അപ്പൊ എന്തായാലും ഫാൻസ് മെസ്സേജ് അയച്ചാണല്ലോ. അത് ആക്ച്വലി അതിനിടയ്ക്ക് കണ്ട് ഡൗൺലോഡ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവര് എപ്പോഴും പറയുന്നത് ചേട്ടാ അത് റീപോസ്റ്റ് ചെയ്യുന്ന ഇപ്പോഴും വായിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഇങ്ങനെ. പക്ഷെ അത് നമ്മുടെ ഒരു പ്രൈവറ്റ് മൊമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട കാര്യമില്ല. പക്ഷെ അവിടെയാണ് ഒരു ട്രിക്ക്. കാരണം നമ്മുടെ ഇതിനകത്ത് നമ്മുടെ കണ്ടന്റ് എല്ലാം ചിലതെല്ലാം സ്ക്രിപ്റ്റഡ് അല്ലല്ലോ, നമ്മുടെ നാച്ചുറൽ മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വേണോ വേണ്ടയോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഏതെങ്കിലും വീഡിയോസ് ഈ അതായത് പോസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്ന വീഡിയോസ് ഇങ്ങനെ ഇട്ടാലോ എന്നാലോചിക്കും. അല്ല, ഈ പറഞ്ഞ വീഡിയോ എന്തെങ്കിലും ഞാൻ ഇറക്കും ചിലപ്പോൾ. അത് ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, അതൊരു സച്ച് എ ബ്യൂട്ടിഫുൾ കിസ് മൊമെന്റ് അല്ലായിരുന്നു, അത് നമുക്ക് ഇറക്കിക്കൂടെ എന്ന് പറഞ്ഞു. അതിൽ പിക്ചേഴ്സ് ഉണ്ട്, യുനോ ചിലപ്പോൾ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ എടുത്ത ബിക്കിനി പിക്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ചിലതൊക്കെ ഞാൻ ഇപ്പോഴും മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് കടുപ്പല്ലേ എന്ന് പറഞ്ഞ് മാറ്റി വെക്കണേ. അത് പക്ഷെ പുള്ളി ഇങ്ങനെ ഞാൻ നല്ല മൂഡിലിരിക്കുമ്പോ എന്ന് ചോദിക്കും, അത് നമുക്കൊന്നും ഇട്ടാലോ എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പൊ അങ്ങനെ ഉണ്ട്, ആ സ്റ്റോക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ റിയലി യു ആർ വെരി ലക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നോർമലി ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ചെറിയൊരു ക്ലീവേജോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലീവ്ലെസ് ഇട്ടാത്തന്നെ എന്തിനും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കേൾക്കണം. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവള് ഹാപ്പി ആണെങ്കിൽ, ഇഫ് ഷീ ലൈക്സ് വെയറിങ് വാട്ട് ഷീ ഈസ് വെയറിങ്, ഇഫ് ഷീ ഫീൽസ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്, പിന്നെ അത് ഞാൻ കയറി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, കാരണം എല്ലാം അപ്രോപ്രിയേറ്റ് ആണ്. നമ്മളിപ്പം ബിക്കിനി ഇട്ട് കല്യാണത്തിന് പോകുന്നില്ലല്ലോ. നമ്മൾ ബീച്ചിലോ പൂളിലോ പോകുമ്പോഴാണ് ബിക്കിനി ഇടുന്നത്. അപ്പം അതിനകത്ത് ഇഫ് ഷീ ഈസ് ലുക്കിംഗ് ഗുഡ് ദെൻ സെലിബ്രേറ്റ് ഇറ്റ്. നമ്മൾ പിന്നെ വേറെ ഒരു രാജ്യത്ത് ജീവിക്കുന്നു, വേറെ ഒരു കൾച്ചറിൽ ജീവിക്കുന്നു, അവിടെ അതൊരു നോമാണ്. പക്ഷെ അത് ഞാൻ തിരിച്ചും പ്രതീക്ഷിക്കും. പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിക്കറിന്റെ കാര്യത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ കൺട്രോൾ അങ്ങനെ ബുദ്ധിമുട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നിക്കർ ഇടുന്ന ഓക്കെ, ഐ ലൈക്ക് ഹിം വെയറിംഗ് ഷോർട്സ്, ഹി ലൈക്സ് ടു ഷോ ഓഫ് ഹിസ് ലൈക്സ് ഷോ ഓഫ്. പക്ഷെ അത് ഒത്തിരി ഇറുകി അതങ്ങ് കയറി വരുമ്പോ മോന്റെ നിക്കറിനേക്കാളും ചെറിയ നിക്കർ ടപ്പം നടക്കണ ഞാൻ പറയാം അത് പറ്റില്ല പോലെ, നിക്കറിന്റെ മേലെ വേറെ എന്തെങ്കിലും ഇട്ടോളാൻ പറയും. അല്ലാണ്ട് വേറെ ധരിക്കുന്നതിലൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ചേച്ചിയുടെ പിക്ചേഴ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പം നോർമലി ഏത് മനുഷ്യനാണെങ്കിലും നമ്മുടെ സ്വന്തം ബോഡിയിൽ കോൺഫിഡന്റ് ആയിരിക്കണം. അപ്പം ചേച്ചിയുടെ പിക്ചേഴ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കോൺഫിഡന്റ് ആണ് ഓൺ ബോഡിയിൽ. ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാ വന്നത്? കോൺഫിഡൻസ് ഒന്നും ഇല്ല. തക്കടു ഈസ് എ ബിഗ് പാർട്ട് ഓഫ് മൈ കോൺഫിഡൻസ്. ആക്ച്വലി എനിക്ക് എത്ര പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഓൾസോ ഈസ് എന്നെക്കൂട്ട് ഒത്തിരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നായിരിക്കും. ഗ്രോയിങ് അപ്പ് ഞാൻ ഭയങ്കര ചബ്ബിയായിരുന്നു. ഞാൻ ഐ വാസ് എ പക്ക നേർഡ്, സോഡ ഗ്ലാസ് ഒക്കെ വെച്ച് നടക്കുന്ന ഒരു നേർഡായിരുന്നു. എന്റെ ഒരു പഴയ ഫോട്ടോ എപ്പോഴെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. ആ ഫോട്ടോസൊക്കെ ഞാൻ തന്നെ പൂഴ്ത്തി വെച്ചിരിക്കുക, അത് ആരും കാണണ്ടെന്നുള്ള മട്ടില്. അപ്പൊ അങ്ങനെ നമ്മൾ വന്ന് അത് കഴിഞ്ഞ് യു റീച്ച് എ പോയിന്റ് യു ആർ ലൈക്ക് ഓക്കെ ഐ വോണ്ട് ടു മെയിൻറ്റെയിൻ മൈ ബോഡി. നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നു, ഡയറ്റ് ചെയ്യുന്നു, യു ഗെറ്റ് ടു എ പോയിന്റ് ആൻഡ് ദെൻ നൗ വി ആർ അറ്റ് എ പോയിന്റ് വെർ വി ആർ ലൈക്ക് ഓക്കെ വി ഹാഡ് 2 kids. പക്ഷെ ഈ പ്രായത്തിലും യു ഹാവ് ടു ലുക്ക് ഗുഡ് എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഫ്രം വെയർ ടു വെയർ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ there are a lot of women out there എന്റെ കൂട്ട് തന്നെ ഇഷ്യൂ ഉള്ളവര്. അപ്പോൾ അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ കോൺഫിഡൻസ് കണ്ട് വേറെ ഒരാൾക്ക് അത് തോന്നുവാണെങ്കിൽ ഇറ്റ്സ് എൻ ഇൻസ്പിറേഷൻ അല്ലേ. അതെ. പക്ഷെ എന്റെ മെയിൻ പാർട്ട് ഓഫ് മൈ കോൺഫിഡൻസ് ഇസ് തക്കുടു, ബിക്കോസ് ഹി ഹാസ് നോ പ്രോബ്ലംസ് ബിൻ മീ വെയറിംഗ്. എനിക്ക് ഇഷ്ടമുള്ള എന്ത് ഇടണോ അത് ചിലപ്പോൾ എന്നോട് പറഞ്ഞു നീ അത് ഇടാനായിരിക്കും പറയുന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ദ ബിഗസ്റ്റ് ചങ്ക് ഓഫ് മൈ കോൺഫിഡൻസ് ഇസ് തക്കുടു. പിന്നെ അത് എനിക്കും അത് ഹെൽപ്ഫുൾ ആണ്. കാരണം എൻ്റെ പാർട്ട്ണറെ കാണുമ്പോൾ എനിക്കും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യണമല്ലോ. ദാറ്റ് ഇസ് യു ഹാവ് ടു ഫീൽ ദാറ്റ് അട്രാക്ഷൻ ടു യുവർ പാർട്ട്ണർ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഇതും ഒരു റിയൽ ലൈഫ് മൊമെന്റ് ആണിത്. ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഷോട്ടാണ്. ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, എന്താ ബാക്കി റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബാക്കി കാണണോ? ശരിക്കും മട്ടായില്ല. ഇങ്ങനെ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഇങ്ങനെ ചോദിക്കും.
പക്ഷെ നിനക്ക് നിനക്കല്ല ഈ ദോശ മുഴുവൻ നിങ്ങൾക്ക് എന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കും. ഞങ്ങൾ വീട്ടിൽ വരാം, വീട്ടിൽ പോയി അങ്ങനെ ശരിയാവും. വീട്ടിൽ ഞങ്ങൾ വീക്കെൻഡ് ഈ ജോലി ചെയ്യാം. അതുണ്ടല്ലോ ഇത് ആക്ച്വലി ഈ റീൽ ഇറ്റ് ഇസ് എ വെരി സ്വീറ്റ് റീൽ. ഇറ്റ്സ് വൺ ദാറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. കാരണം ഇറ്റ് വാസ് എ വെരി നാച്ചുറൽ മൊമെന്റ്. നാച്ചുറലി അങ്ങനെയാണ് നമ്മള്. ഇപ്പൊ വീക്കെൻഡ് വൺസ് ഇൻ ഒരു 6-8 വീക്സ് ആയിട്ട് എനിക്ക് ഓൺ കോൾ കാണും. സോ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ വീക്കെൻഡ്സ് ഞാൻ വീട്ടിലുണ്ടാവും, പിള്ളേരുണ്ട്. അപ്പൊ ആ സമയത്ത് ടെനി ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പൊ ഇതേപോലെ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ, കഴിയാറായോ, പേഷ്യൻസ് കഴിഞ്ഞോ, എപ്പോ വരും ചോദിച്ചേ. അത് അപ്പൊ രാവിലെ എഴുന്നേറ്റ് ശരിക്ക് അത് ഈ ഡയലോഗ്സ് ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. നമ്മൾ നാച്ചുറലി സംസാരിക്കണം, നമ്മൾ ക്യാമറ അവിടെ വെച്ചിരിക്കണു, അത് അങ്ങനെ അങ്ങ് പറയണമെന്നുള്ളൂ. അപ്പൊ ഇത്രയും ഒരു മൊമെന്റിൽ നമ്മൾ അത് എടുക്കുമ്പോൾ ചിലപ്പോൾ ടെനി എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ആംഗിൾ ശരിയായി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് കട്ടായി പോയി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അപ്പോഴും പറയും ഇങ്ങനെ എനിക്ക് അന്നേരം തോന്നിയ നമ്മൾ ആ നാച്ചുറലി പറഞ്ഞ ആ ഒരു ഫീല് ചിലപ്പോൾ ഇനി അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ചൊല്ലി നമ്മൾ അടി കൂടാറുണ്ട്. പക്ഷേ ഇറ്റ് വാസ് എ വെരി നാച്ചുറൽ. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് മോർണിംഗ്. അത് നാച്ചുറലി അങ്ങനെ ആ ഒരു മൊമെന്റ് വാസ് വെരി സ്വീറ്റ്. അപ്പോൾ നമ്മൾ അവിടെ ക്യാമറ വെച്ചു, അത് റെക്കോർഡ് ചെയ്തു. ഈ റീല് കണ്ട ആക്ച്വലി ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു, എസ്പെഷ്യലി വിമൻ. അതൊരു ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് സോ മച്ച് ഓഫ് എ ലക്ക് എന്ന് പറഞ്ഞു. അയ്യോ റെഡി. ഓക്കെ, ദോശ പരത്തേ ഭയങ്കര ദോഷമാണല്ലോ. ഇതുപോലെ ദോഷം ഉണ്ടാക്കി ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? ഞാനും പിള്ളേരും ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കൂടി ജോലിക്ക് എങ്ങനെ ശരിയാവും? ഞാൻ ജോലിക്ക് കൂടെ വേഗം വരുന്നത്. അത് ശരിയാവില്ല. അരി മേടിക്കണ്ടേ? അരി വേണ്ട, നമുക്ക് ഇനി ഒരു ചപ്പാത്തി കഴിക്കാം. പക്ഷെ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാരണം ആ ഒരു ഇപ്പൊ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരും. ജസ്റ്റ് ആ ഒരു അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ തക്കുടു വിളി ഭയങ്കര ഫേമസ് ആണ്. ഒന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് തക്കുടു വിളിക്കും. അത് പല ടോണില് വിളിക്കും. ഇപ്പൊ ദേഷ്യം തക്കുടു എന്ന് വിളിക്കും, അല്ലെങ്കിൽ തക്കുടു അതെന്തെങ്കിലും കാര്യം നടത്തി കിട്ടണം എന്നുള്ളപ്പോ, അല്ലെങ്കിൽ തക്കുടു പാട അങ്ങനെയൊന്നുമില്ല, അത് സ്നേഹത്തോടെ വിളിക്കണം. അങ്ങനെ പല ടോണിലുള്ള തക്കുടു വിളി കേട്ടാൽ തക്കുടിന് അറിയാം ഏത് രീതിയിലുള്ള തക്കുടുവാണ്. ഈ തക്കുടു മാറി ടെനി എന്നുള്ളൊരു കേട്ടാ അറിയാം ഞാൻ കലിപ്പിലാണ്, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. പേര് വിളിച്ച പ്രശ്നം, പേര് വിളിച്ച പുള്ളിക്ക് അപ്പൊ അറിയാം ഇത് പ്രശ്നമാണ്, സംഭവം സീനാണ്. റൊമാൻറ്റിക് ആയിട്ടൊന്നും തിരിച്ച് ഞാൻ എൻ്റെ ആക്ച്വലി ഞാനിവിടെ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് തക്കുടൊന്നും വിളിക്കാറുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ യൂഷ്വലി ഇവള് ഇപ്പം ചെയ്ത പോലെ ഒരു 5 ടൈപ്പ് തക്കുടൊന്നും എൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തക്കുട് കൂടുതൽ വിളിക്കുക മോമി, അല്ലെങ്കിൽ അത് പിള്ളേര് മമ്മീന്ന് വിളിക്കുന്നതുകൊണ്ട് മോമിന്ന് വിളിക്കും, അല്ലെങ്കിൽ മോംസിക്കിൾ. ഈ മമ്മിയും പോപ്സിക്കിളും ചേർത്തിട്ട് മോംസിക്കിൾ എന്ന് വിളിക്കും. പിന്നെ വേറെ ഏതാണ്ട് ഇടയ്ക്ക് കുടിച്ചാമി എന്നാണ് ഇപ്പോഴത്തെ പേര്. കുടിച്ചാമിയോ? കാരണം ഇവളെ ഒരു എന്താ പറയാ, നമ്മളൊരു ഈ കുടുസു എനിക്ക് എൻ്റെ ഒരു വാക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് പ്ലംപ് അല്ലേ, അപ്പൊ അതിനകത്തുനിന്നൊരു ഡിറൈവ് ചെയ്തൊരു വാക്കാണ്. നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യാം. അയ്യോ, പ്രപ്പോസൽ ഞാൻ പ്രപ്പോസ് കറക്റ്റ് സ്ഥലത്താണ്. തക്കുടു പോരട്ടെ, ഞാൻ അവിടെ ഇരുന്ന് പൂവുണ്ടോ? പൂ തരുന്ന കാര്യത്തെ പറ്റി നമ്മൾ പലപ്പോഴും അടി കൂടിയിട്ടുണ്ട്. പൂ തരട്ടെ. പൂ കൊടുക്കാറില്ല? പൂ കൊടുക്കാറുണ്ട്, പക്ഷെ ആവശ്യമുള്ള അത്രയും കൊടുക്കാറില്ല ഞാൻ. അതെ, തക്കുടു എന്നെ പറ്റി നീ കൊറേ ഒക്കെ പുകഴ്ത്ത്. എന്നിട്ട് നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നങ്ങ് പറ. നീയാണ് എന്റെ ഓക്സിജൻ എന്ന് പറ. അതെ, തക്കുണ്ട് അപ്പത്തിനെ കുറിച്ച് പറഞ്ഞാലോ? എന്താ നല്ലൊരു ഡബിൾ മീനിങ് ആണ്, പക്ഷെ തൽക്കാലം വേണ്ട. തക്കടു, നിന്റെ സൗന്ദര്യം കൂടി വരുന്നത് എന്താണ്? നിന്റെ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം? തക്കുടുവിന്റെ സ്നേഹം. അതായിരിക്കും തംബ്നെയില്. പെട്ടെന്നായല്ലോ. അതല്ലേ എന്ത് ചേച്ചി തിരിച്ചു കൊടുക്ക്. എന്നാ പിടിച്ചാ നോക്കട്ടെ. ഇനി ഞാനോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ തിരിച്ചല്ലേ വരണേ, ഞാനിപ്പോ എന്താ പറയാ? അധികം നേരം ഇങ്ങനെ എന്റെ പോയിട്ട് കുറച്ചുകൂടെ സമയം
എനിക്ക് ആക്ച്വലി അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയാൻ അറിയത്തില്ല. ഉള്ളിന്ന് വന്നാൽ അത് ഉള്ളിന്ന് വരട്ടെ, സ്ക്രിപ്റ്റഡ് ആക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ 13th ആനിവേഴ്സറിക്ക് പറയാൻ വെക്കുന്നു. That's a good one. That's a good one. അത് more doable ആണ്. 13th ആനിവേഴ്സറിക്ക്. ഓക്കെ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൽ നിങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് ആണ് വിചാരിക്കുന്നത്. Okay, Takadu, I want you to know that you are the best that I could have ever had. My life wouldn't be any better without you in it. And I'm so thankful and blessed to have you in my life. And I hope to grow old with you. Oh. അത് റിയലാണ്. ഈ കുട്ടി വെറുതെ എന്നെ ഇമോഷണൽ ആക്കും. എന്താ അല്ല വെറുതെ അത് സ്നേഹം തോന്നിപ്പോയി ആ മൊമെന്റില്. കഥ എന്റെ ഷോയിൽ വന്ന് ഞാൻ സ്നേഹിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെയല്ല, സ്നേഹിപ്പിച്ചിട്ടേ വിടുള്ളൂ.